ആ കിടന്നുറങ്ങുന്ന ഉറക്കം എന്തൊരുറക്കമാ മുസ്ലിമേ, എന്തൊരുറക്കമാ നമ്മൾ ഉറങ്ങുന്നത്. 8 വയസ്സായ കുട്ടി ഉറങ്ങിയ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. പിന്നെ ആ കുട്ടിയുടെ മയ്യിത്താ കാണുന്നത്. നമ്മൾക്ക് ആലോചന നമ്മുടെ ബുദ്ധിയിലേക്ക്, തലച്ചോറിലേക്ക് തുളഞ്ഞു കയറണം. അള്ളാഹുവേ, ഞാൻ എന്തുറക്കമാ ഉറങ്ങുന്നത്? അള്ളാഹുവേ, നിന്റെ ഹബീബ് പഠിപ്പിച്ചതെന്താ? ഒതു എടുത്തുകൊണ്ട് ഉറങ്ങണോന്നല്ലേ? ഉറക്കത്തിലേക്ക് നിങ്ങൾ വിരിപ്പിലേക്ക് ചെന്നാൽ ആയത്തുൽ കുർസി ഓതണോന്നല്ലേ? നിങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തണം, തസ്ബീഹ് ചൊല്ലണം, തദ്കീർ ചൊല്ലണം. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാ ഉറങ്ങുന്നത്? ഞാൻ എന്റെ ബെഡിൽ കിടന്ന് സിനിമ കണ്ട്, സീരിയലുകൾ കണ്ട്, വിനോദത്തിന്റെ വീഡിയോകൾ കണ്ട്, ഞാനിങ്ങനെ അശ്ലീലമായ, കേട്ടാലറക്കുന്ന, കാണാനറക്കുന്ന വൈദേശികമായ വീഡിയോസുകൾ ഇങ്ങനെ കണ്ടിട്ട്, അത് കണ്ട ആനന്ദം കൊണ്ടിട്ട് ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോ ഈ ഉറക്കിലെങ്ങാനും എനിക്ക് മരണം പിടിപെട്ടാൽ, പടച്ചവനെ, എന്റെ മരണം എങ്ങനെയായിരിക്കും? ഈ ആലോചന നമുക്ക് വരണ്ടേ? നമ്മൾ കേവലം ഒരു സ്റ്റാറ്റസ് വെച്ച് ഒരു സങ്കടപ്പെടുന്ന ഒരു ഇമോജി ഇട്ട് ആ രീതിയിലാണോ നമ്മൾ ഇതിനൊക്കെ ആലോചിക്കേണ്ടത്? അല്ല, നമ്മൾ ഈമാനികമായിട്ട് ഉൾക്കൊള്ളണം. എന്റെ ഉറക്കം അങ്ങനെ ആകാൻ പാടില്ല. ഞാൻ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന മുസ്ലിം ആകണം. അതുകൊണ്ട് എന്റെ ഉറക്കം, എന്റെ ഉണർച്ച, സകലതും റബ്ബിന് പൊരുത്തപ്പെട്ട നിലയിലാകണം. കേറുന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് ഉറപ്പെനിക്കില്ല റബ്ബേ എന്ന ബോധ്യത്തിലേക്കാണ് ഈ ദുരന്തങ്ങളുടെ വാർത്തകൾ നമ്മൾ എത്തിക്കേണ്ടത്. അവിടെ ഈമാനികമായിട്ടൊരു പടി നമ്മൾ ഉയരും. അല്ല, എല്ലാ വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ കേട്ടു നമ്മൾ പറയും ആ ഡ്രൈവറുടെ പക്വത കുറവാണ്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ട എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ്, വീടിന്റെ വളപ്പുകളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കണം, അപ്പോഴാണ് പാമ്പിന്റെ ഒക്കെ ശല്യം ഇല്ലാതിരിക്കുള്ളൂ. ഇങ്ങനെ നമ്മൾ പൊതു മനസ്സായി മാറരുത്, പൊതുമനസ്സായിട്ട് മാറരുത്. നമ്മൾ പൊതുവായ ആളുകളല്ല, നമ്മൾ മുസ്ലിമാണ്, ഈമാനികമായി ആലോചിക്കേണ്ടവരാണ്. അവിടെ നമ്മൾ വേണ്ടുന്ന ജാഗ്രതകൾ പാലിക്കുന്നതിന്റെ ഒപ്പം, പടച്ചവനെ, ഇതൊക്കെ എനിക്ക് വരാലോ, ഞാൻ എന്ത് മനുഷ്യനാണ്, ഞാൻ എന്ത് രീതിയിലാ ജീവിക്കുന്നത്, എന്റെ ജീവിതം ഇപ്പൊ ഇവിടെ വെച്ച് മരിക്കേണ്ടി വന്നാൽ എന്റെ ജീവിതം എങ്ങനെയായിരിക്കും? ആ ഖബർ എനിക്ക് എങ്ങനെയാണ്? അവിടെ 1000 ആളുകൾ വന്ന് ഖത്തമോദിട്ട് ദ്വാ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ ജീവിതം, ഞാൻ മരിച്ചത് ഇങ്ങനത്തെ അശ്ലീലമായ വീഡിയോസ് കണ്ട് കിടക്കുന്ന സമയത്താണ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം എന്റെ അടുക്കലേക്ക് കടന്നു വന്നതെങ്കിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എനിക്ക് പറ്റുമോ എന്ന ഗദ്ഗതം നമ്മുടെ മനസ്സിൽ ആലോചിക്കണം. ഞാൻ സിനിമ കണ്ടിട്ടാണ് ഇങ്ങനെ കിടന്നുറങ്ങിയതെങ്കിൽ എന്റെ ചെവിയിൽ ഇങ്ങനെ 2 ഹെഡ്സെറ്റ് തിരികിയിട്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് മുഴുവനും സിനിമയുടെ, വിനോദത്തിന്റെ സൗണ്ടുകളും ശബ്ദങ്ങളും ആണെങ്കിൽ എനിക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പുറത്തേക്ക് പറയാൻ കഴിയും എന്ന പേടി മനസ്സിലേക്ക് വന്നും. അപ്പോഴാണ് ഈ ആലോചനകൾ, ഈ ദുരന്തങ്ങളൊക്കെ ഈമാനികമായിട്ട് നമ്മളെ പരിവർത്തനപ്പെടുത്തുന്നത്.